സീറോ മലബാർ സഭയുടെ ദേവാലയ ഘടനയുടെ മാതൃകയിൽ കോട്ടയത്തിനടുത്ത് കടുവാക്കുളത്ത് ഒരു ദേവാലയം നിർമ്മിക്കാൻ മുൻകൈയെടുത്ത വൈദികൻ, ദിവ്യകാരുണ്യ മിഷണറി സഭയിലെ ഫാദർ കുര്യാക്കോസ് മൂഞ്ഞേലിയുടെ ദൈവപരിപാലനയുടെയും വിശുദ്ധ കുർബാനയുടെയും അനുഭവങ്ങൾ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2008 മെയ് മാസം അവസാനമാണ് കടുവാക്കുളം പള്ളിയിൽ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ ഫ്രാൻസിസ് കുടിയനച്ചൻ എന്നോട് ആവശ്യപ്പെടുക. ആദ്യം തടസ്സങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അവസാനം അച്ഛൻ്റെ ഉത്തരവ് ലഭിച്ചപ്പോൾ, നിയമന ഉത്തരവ് ലഭിച്ചപ്പോൾ സന്തോഷത്തോടും അതേസമയം വളരെ ആകുലതകളോടും കൂടിയാണ് ഞാൻ 2008 ജൂൺ മാസം 7-ാം തീയതി ഇവിടെ വരിക. 2008 ജൂൺ മാസം 8-ാം തീയതി ഇവിടെ ചാർജ് എടുത്തു. അന്ന് ഇതിനു മുമ്പുണ്ടായിരുന്ന വികാരിച്ചന് യാത്രയപ്പൊക്കെ നൽകി. പിന്നീട് ഞാൻ ഇവിടെ എത്തി. അതിനുശേഷം പിറ്റേ ദിവസം ഞങ്ങളുടെ സഭയുടെ സ്ഥാപകന്മാരെ അടക്കിയിരിക്കുന്ന കടുവാക്കുളം ദേവാലയത്തിലേക്ക് കയറിയപ്പോൾ എന്നെ ശ്രദ്ധയിൽപ്പെട്ടത് ഞങ്ങളുടെ സഭയുടെ സ്ഥാപകരായ പെരിയ ബഹുമാനപ്പെട്ട ആലക്കുളത്തച്ഛൻ്റെയും അതോടൊപ്പം തന്നെ ജോസഫ് പറയടത്തച്ഛൻ്റെയും ശവകുടീരങ്ങളാണ്. ആ ശവകുടീരങ്ങളുടെ മുമ്പിൽ നിന്ന് ഒരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ നിന്ന് ഉയർന്നു വന്നു. ആ പ്രാർത്ഥന രാജാക്കന്മാരുടെ 1-ാം പുസ്തകത്തിലുള്ള 3-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യമാണ്. ആ വാക്യപ്രകാരമാണ്: നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ഭരിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും. അപ്പോൾ അവിടെ ഭരിക്കാൻ പോരുന്ന വിവേകം രാജാവായ സോളമനാണ് അത് അപേക്ഷിക്കുന്നത്. അതേസമയം എന്നെ സംബന്ധിച്ചിടത്തോളം പൗരോഹിത്യം ഒരു ആണല്ലോ. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയെ ഞാനൊന്ന് എൻ്റേതാക്കി തീർക്കാനായിട്ട് പരിശ്രമിച്ചു. അങ്ങനെ നന്മയും തിന്മയും വിവേചിച്ചറിഞ്ഞ് അങ്ങയുടെ ജനത്തെ ശുശ്രൂഷിക്കാൻ പോരുന്ന വിവേകം ഈ ദാസന് നൽകിയാലും എന്നുള്ളൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ അന്നു മുതൽ വളരെയധികം ശക്തമായിട്ട് പ്രതിധ്വനിക്കാനായിട്ട് തുടങ്ങി. മിക്കവാറും എപ്പോഴും ഇങ്ങനെയൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിൽ ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ ആദ്യം തുടങ്ങി അവസാന ഘട്ടം വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായി തന്നെ ദൈവത്തോട് നന്ദി പറയാനായിട്ടാണ് എനിക്കുള്ളത്. കാരണം പള്ളിപ്പണി തുടങ്ങിയ അന്ന് മുതൽ സമാപനത്തിൻ്റെ ദിവസം വരെ അത് കൂദാശ ചെയ്ത് തിരുസഭയ്ക്ക് പൂർണ്ണമായിട്ട് പ്രതിഷ്ഠിക്കുന്ന സമയം വരെ യാതൊരു അസ്വസ്ഥതകളും ഇല്ലാതെ ദൈവജനത്തിൻ്റെയും സഹോദരങ്ങളുടെയും സഭാധികാരികളുടെയും വളരെയധികം സഹകരണത്തോടുകൂടി, അത് സാമ്പത്തികമാകട്ടെ അല്ലെങ്കിൽ ഉപദേശപരമായിട്ടുള്ളതാകട്ടെ അല്ലെങ്കിൽ പ്രോത്സാഹനജനകമായിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരുടെയും പ്രോത്സാഹനം കിട്ടിയതുകൊണ്ട് യാതൊരു അസ്വസ്ഥതയും കൂടാതെ ദേവാലയത്തിൻ്റെ നിർമ്മാണവും അതിനോടനുബന്ധിച്ചുള്ള എല്ലാ തിരുക്കർമ്മങ്ങളും ഭംഗിയായിട്ട് നടത്താനായിട്ട് കർത്താവ് കൃപ നൽകി. അതിൽ എനിക്ക് പ്രധാനമായിട്ടും തോന്നുന്ന ഒരു നന്മ, വിവേകത്തോടുകൂടി അവിടെ ഈ ജനത്തിനിടയിൽ ശുശ്രൂഷ ചെയ്യാനായിട്ടുള്ള ഒരു അനുഗ്രഹം പരിശുദ്ധാത്മാവ് എനിക്ക് നൽകി. അതിന് ഇന്നും ഞാൻ നന്ദിയുള്ളവനാണ്. അവിടെ നിന്ന് സ്ഥലം മാറി ഇപ്പോൾ 13 വർഷം കഴിഞ്ഞിട്ടും ഈ ഒരു നന്ദിയാണ് എനിക്ക് പ്രധാനമായിട്ടും ഈ ദേവാലയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുത്തി ദൈവത്തോട് പറയാനായിട്ടുള്ളത്. യാതൊരു അസ്വസ്ഥതയും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ദേവാലയത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ ഈ ദേവാലയം സീറോ മലബാർ സഭയുടെ ദേവാലയം എപ്രകാരം പണിയണം എന്നുള്ള ഒരു ഉദാഹരണമായിട്ട് പല സ്ഥലങ്ങളിലും ഈ ദേവാലയത്തെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഇടയായി. പൂന സെമിനാരിയിലും സത്ന സെമിനാരിയിലും ഉജ്ജയിൻ സെമിനാരിയിലും വടവാതിരി സെമിനാരിയിലുമെല്ലാം സീറോ മലബാർ സഭയുടെ ദേവാലയ ഘടനയെക്കുറിച്ച് പറയുമ്പോൾ അവിടുത്തെ അധ്യാപകർ, പ്രൊഫസർമാർ എല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു ദേവാലയം കടുവാക്കുളം ലിറ്റിൽ ഫ്ലവർ
ദേവാലയമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കാലഘട്ടത്തിൻ്റെ ഒരാവശ്യമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുക. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണത്തിൽ ഉടനീളം എനിക്ക് അനുഭവപ്പെട്ടത് ഇത് ദൈവത്തിൻ്റെ ഒരു തീരുമാനമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ ദേവാലയം ഏറ്റവും ഭംഗിയായിട്ട് പണി പൂർത്തിയാക്കണമെന്നും അത് വളരെയധികം മാതൃകാപരമായിരിക്കണമെന്നുള്ളൊരു ചിന്ത എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹം കൂടിയായിരുന്നു, അത് കാലഘട്ടത്തിൻ്റെ ആവശ്യമായിരുന്നു എന്നുകൂടി എനിക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം തുടങ്ങി അവസാനിക്കുന്ന സമയം വരെ ദൈവത്തിൻ്റെ പരിപാലന ധാരാളമായിട്ട് ഈ ദേവാലയ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെടുത്തി എനിക്ക് പറയാനായിട്ട് കഴിയും. ഇതിലൊന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, നല്ല മഴയുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും വാർക്കയൊക്കെ നടക്കുമ്പോൾ വാർക്ക നടക്കുന്ന സമയങ്ങളിൽ മഴയില്ലാതിരിക്കുകയും അതേസമയം വാർക്കയുടെ പണിയെല്ലാം കഴിഞ്ഞ് ആൾക്കാർ വിശ്രമിക്കാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്രമിക്കാനൊക്കെ ആയിട്ട് പോയി കഴിയുമ്പോൾ വൈകുന്നേരങ്ങളിൽ ചെറിയ മഴ പെയ്ത് ആ കോൺക്രീറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ക്യൂറിങ് നടത്തുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ ഇടവക ജനത്തോട് അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദേവാലയത്തിൻ്റെ കൂദാശ കർമ്മം 2012 ജൂലൈ 1-ാം തീയതിയാണ് നടത്തുക. അത് വലിയ മഴയുടെ കാലഘട്ടമായിരുന്നു. അന്നേ ദിവസവും മഴയുടെ സാന്നിധ്യം വളരെ ശക്തമായിരുന്നു. അതേസമയം പിതാവ് വന്നിറങ്ങി ജനങ്ങളെല്ലാവരും ദേവാലയത്തിൽ കയറുന്ന സമയം വരെ മഴയൊന്നും ഇല്ലായിരുന്നു. അതേസമയം എല്ലാവരും ദേവാലയത്തിൽ കയറി സ്വസ്ഥാനങ്ങളിൽ ഉപവിഷ്ടരായി കഴിഞ്ഞപ്പോൾ നല്ലൊരു മഴ പെയ്തു. ആ തിരുക്കർമ്മം അവസാനിച്ച് കഴിയുമ്പോൾ വീണ്ടും മഴയില്ലാതെയായി. പിന്നീട് ജനങ്ങൾക്കെല്ലാവർക്കും സമ്മേളനത്തിനായിട്ട് പാരിഷ് ഹോളിലേക്ക് പോകുന്ന സമയത്ത് മഴയൊന്നുമില്ലായിരുന്നു. അതേസമയം അവിടെ കയറി കഴിഞ്ഞപ്പോൾ വീണ്ടും ശക്തമായ മഴ പെയ്യുകയുണ്ടായി. അതിനുശേഷം എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പോൾ മഴ നിന്നു, ആൾക്കാർക്ക് സന്തോഷത്തോടുകൂടി പോകാനായിട്ട് സാധിച്ചു. അതാണ് ഒന്നാമത്തെ ഒരു അനുഗ്രഹമായിട്ട് ആ മാസങ്ങളിൽ, ആ വർഷങ്ങളിലെല്ലാം ഏകദേശം 5 വർഷത്തോളം എനിക്ക് അനുഭവപ്പെട്ടത്. പിന്നെയുള്ളത്, യാതൊരു അപകടങ്ങളും ഉണ്ടാകാതെ ഈ ദേവാലയ പണി പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദേവാലയ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഒരു വ്യക്തിയെ ഷോക്ക് അടിക്കുകയുണ്ടായി. വളരെ ശക്തമായ ഷോക്കൊന്നും അല്ലായിരുന്നു, ചെറിയൊരു ഷോക്ക് അടിച്ചു. അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ഗിഡിനെസ്സൊക്കെ വന്നു. ആ സമയത്ത് ദേവാലയവുമായിട്ടനുബന്ധിച്ചുള്ള ആരാധനാ ചാപ്പലിൽ പ്രാർത്ഥിക്കാനായിട്ട് വന്ന ചെറിയാൻ ഡോക്ടർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പെട്ടെന്ന് ആവശ്യമായ പ്രഥമ ശുശ്രൂഷയൊക്കെ നൽകി. പിന്നീട് മനസ്സിലായത് ഒരു കണക്ഷൻ അശ്രദ്ധമായി നൽകിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു ഷോക്ക് ഏൽക്കാനായിട്ട് ഇടയായെന്ന് മനസ്സിലായി. അപ്പോൾ അങ്ങനെ ചെറിയൊരു സൂചന, എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കണമെന്നുള്ളൊരു സൂചനയും കർത്താവ് അതിനകത്ത് നൽകുന്നതായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചു. പിന്നീട് വളരെ ശ്രദ്ധാപൂർവമാണ് കറണ്ട് കൈകാര്യം ചെയ്തിരുന്നവരെല്ലാവരും ഭംഗിയായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ അങ്ങനെ ഞാൻ ദൈവത്തിൻ്റെ പരിപാലന കണ്ട 1-2 അനുഭവങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. പക്ഷേ ഇതുപോലെ തന്നെയുള്ള ധാരാളം അനുഭവങ്ങൾ ജനത്തിനും അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്, എനിക്കും അനുഭവിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് എടുത്തു പറയേണ്ടത് ജനങ്ങളുടെ സഹകരണമായിരുന്നു. ഇത്രമാത്രം പൈസ, ഇത്ര രൂപ വെച്ച് തരണമെന്ന് ആരോടും പറഞ്ഞിരുന്നില്ല. എല്ലാവരും ആഗ്രഹമുണ്ടായിരുന്നു, ഇത്ര രൂപ വെച്ചിന്ന കുടുംബങ്ങൾ തരണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുക്കണം എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്നെയാണെങ്കിലും ഒരിക്കലും ഇത്ര തരണം നിർബന്ധിച്ച് ഒന്നും പറയാനായിട്ട് ഇടയായിട്ടില്ല. ഞങ്ങൾ കമ്മിറ്റിക്കാരോ അല്ലെങ്കിൽ കൂട്ടായ്മ ലീഡർമാരോ അല്ലെങ്കിൽ ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരോ ഒക്കെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ തരുന്ന പൈസ മേടിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ പള്ളി പൂർത്തിയാക്കുകയായിരുന്നു. അതേസമയം പണി പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഒരു 30 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. പക്ഷേ ആ കടം പിന്നീട് വന്ന വികാരിയച്ഛൻ വളരെ പെട്ടെന്ന് അത് വീട്ടുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു. അതിനും ജനങ്ങളുടെ സഹകരണം വളരെയധികം ഉണ്ടായിരുന്നു. അപ്പോൾ ജനങ്ങളുടെ സഹകരണം പറയുമ്പോൾ ഒന്നാമതായിട്ട് ഇവിടുത്തെ യുവജനങ്ങളുടെ ഒരു സഹകരണമാണ്. 1-2 ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ ദേവാലയത്തിൻ്റെ ടെറസെല്ലാം പൊട്ടിച്ചതിന് ശേഷം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന സമയത്ത് കുറച്ചും കൂടിയൊക്കെ പൈസ കിട്ടാൻ വേണ്ടിയിട്ട്
ആ ദേവാലയത്തിൻ്റെ പഴയ ദേവാലയത്തിൻ്റെ കോൺക്രീറ്റുകളെല്ലാം ഇടിച്ച് പൊട്ടിച്ച് അതിൻ്റെ കമ്പിയെല്ലാം പുറത്തെടുത്ത് അത് ഏകദേശം 75,000 രൂപയ്ക്ക് വിൽക്കുവാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയത് ഇവിടുത്തെ KCYM, അന്ന് KCYM ആണ്, SMYM യുവദീപ്തിക്കാരാണ് അതിന് നേതൃത്വം നൽകിയതും കൊണ്ടുപോയി വിറ്റതുമൊക്കെ. അപ്പോൾ അവരുടെ സഹകരണം, അതോടൊപ്പം തന്നെ അവർ ഒരിക്കൽ ഗ്രാനൈറ്റ് ഇറക്കാനായിട്ട് ഒരു ലോഡ് ഗ്രാനൈറ്റ് ബാംഗ്ലൂരിൽ നിന്ന് വന്നു. അപ്പോൾ ഇത് ആര് ഇറക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംശയിച്ചിരുന്നപ്പോഴാണ് ഇടവകയിലെ യുവജനങ്ങളെല്ലാവരും കൂടിയും വന്ന് ആ ഗ്രാനൈറ്റ് യാതൊരു അപകടവും വരുത്താതെ വളരെ ഭംഗിയായിട്ട് ഒറ്റ രാത്രി കൊണ്ട് തന്നെ അത് ഇറക്കി അവിടെ ഭംഗിയായിട്ട് അടുക്കി വയ്ക്കാനായിട്ടിടയായി. ഇവരാരും തന്നെ ഈ ഗ്രാനൈറ്റ് ഇറക്കി പരിചയമുള്ളവരോ അല്ലെങ്കിൽ അതിനകത്ത് വൈദഗ്ധ്യമുള്ളവരോ ഒന്നും ആയിരുന്നില്ല. എങ്കിൽ തന്നെയും യാതൊരു അപകടവും കൂടാതെ ഒരു ഗ്രാനൈറ്റ് പോലും പൊട്ടിപ്പോകാതെ അതിറക്കി കൃത്യമായിട്ട് വയ്ക്കാനായിട്ട് ആ യുവജനങ്ങൾ വളരെയധികം ഉത്സാഹം കാണിച്ചു. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് അവരത് ഇറക്കി വെച്ചതും സന്തോഷത്തോടു കൂടി തന്നെ അതവർ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെയൊക്കെ നന്മ ആ യുവജനങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഇന്ന് മനസ്സിലാക്കുകയാണ്. കാരണം അന്ന് അതിനോട് ആത്മാർത്ഥമായിട്ട് സഹകരിച്ച എല്ലാവരും തന്നെ എവിടെയെങ്കിലുമൊക്കെ നല്ല ജോലികളിൽ കയറി അവർ തങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് വളരെ സന്തോഷത്തോടെ പോകുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നു. കുട്ടികളാണെങ്കിൽ ഒരു ദിവസം സൺഡേ സ്കൂളിൻ്റെ ഇടയ്ക്ക് ഇഷ്ടിക എടുത്ത് പറക്കി വയ്ക്കണം, കാരണം നാളത്തെ പണിക്ക് വേണ്ട ഇഷ്ടികയാണ് കൊണ്ടുവന്ന് വയ്ക്കണമെന്നൊക്കെ പറയുക. ആ ഇഷ്ടികയൊക്കെ എടുത്ത് വയ്ക്കണമെന്ന് പറയുമ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചു തുടങ്ങി സൺഡേ സ്കൂളിൽ പഠിക്കുന്ന എല്ലാവരും അധ്യാപകരുൾപ്പെടെ അതിനോട് സഹകരിച്ച് അവരുടേതായിട്ടുള്ള വിധത്തിൽ ആ ദേവാലയ നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ ചിന്തയുണ്ട്, ഇത് ഞങ്ങൾ പണിത പള്ളിയാണ് എന്നുള്ള ഒരു ചിന്ത അവർക്ക് എപ്പോഴും ഉണ്ട്. ഇനി പുറത്ത് പോകും വല്ലയിടത്തൊക്കെ പോയി കഴിയുമ്പോൾ തമ്മിൽ കാണുമ്പോൾ അത് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിരുന്നു എന്ന് പറയുന്ന അന്നത്തെ കുട്ടികൾ ഇന്ന് യുവാക്കന്മാരായി അവരെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അധികാരികളുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. ആ താല്പര്യത്തോട് ജനങ്ങൾ മുഴുവനും സഹകരിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ ദേവാലയത്തിലെ ബേമ ഒക്കെ ജനത്തിനിടയിലേക്ക് ഇറക്കിയിടണമെന്നുള്ളൊരു നിർദ്ദേശം നമ്മുടെ കുർബാനയുടെ തക്സായിൽ ഉണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചപ്പോൾ ആദ്യമായിട്ട് തന്നെ ഞാൻ അന്നത്തെ രൂപത മെത്രാപ്പൊലീത്ത ആയിരുന്ന അഭിമന്യ പെരുന്തോട്ടം പിതാവിനെ സമീപിച്ചു. പിതാവ് പറഞ്ഞു, അത് പറ്റുന്നിടത്തോളമൊക്കെ ഭംഗിയായിട്ട് ഇടുക, ഒത്തിരി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ദേവാലയത്തിൻ്റെ ആ കെസ്ത്രമായിട്ട് തന്നെ ചേർത്തിടാം, അതേസമയം മുന്നോട്ടിടാൻ പറ്റുമെങ്കിൽ പരിശ്രമിക്കുക എന്നുള്ള രീതിയിൽ പിതാവ് പറയുകയുണ്ടായി. അപ്പോൾ പിതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ദേവാലയത്തിൻ്റെ ബേമ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനത് ദേവാലയത്തിൻ്റെ ഹൈക്കലയിൽ ഇതായിരിക്കും ഈ ദേവാലയത്തിലെ ബേമ എന്നുള്ള രീതിയിൽ ഇന്ന് കിടക്കുന്ന രീതിയിൽ ഞാൻ അതിൻ്റെ ഡയഗ്രമെല്ലാം വരച്ചിട്ടു. അപ്പോൾ അത് വരച്ചിടുന്നതിന് ഒരു സാഹചര്യമുണ്ട്. 1989 റോമിൽ നിന്ന് കൃത്യമായിട്ട് നമ്മുടെ ദേവാലയം എപ്രകാരമായിരിക്കണമെന്നുള്ളൊരു നിർദ്ദേശം തന്ന് അതിൻ്റെ ഡയഗ്രാം എല്ലാം വരച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ദേവാലയത്തിൻ്റെ എല്ലാവരും കാണുന്ന വിധത്തിൽ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഫ്ലക്സിൽ അടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഇത് സഭയുടെ നിർദ്ദേശമാണ്. അതുപോലെ തന്നെ പിതാവ് നൽകുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി പാലിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ ആഗ്രഹം അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അതങ്ങനെ ആകട്ടെ എന്ന് പറയാനുള്ള വലിയ ഉദാരതയും സന്മനസ്സും ഇടവകയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കുണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് തീരുമാനം ഇവിടെ ഇങ്ങനെ ബേമ ഹൈക്കലയുടെ മധ്യത്തിലിടുന്നതിനെക്കുറിച്ച് ഒരു ചിന്ത പാരിഷ് കൗൺസിലിൽ അല്ലെങ്കിൽ നിർമ്മാണ കമ്മിറ്റിയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം എല്ലാവരും തന്നെ അതിനെ എതിർക്കുകയാണ് ചെയ്തത്. ഒരു വ്യക്തി മാത്രം, അത് ദേവസ്യ സാർ എന്ന് പറയുന്ന ഒരു സാറ് മാത്രം അതിനെക്കുറിച്ചൊന്നും പറയാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതേസമയം ഓരോരുത്തരുടെ അഭിപ്രായം ഇതാണ്, അടുത്ത കാലത്ത് ഈ രൂപതയിൽ തന്നെ കൂദാശ ചെയ്ത പല പള്ളികളുമുണ്ട്, ആ പള്ളികളിൽ നിന്നും ഇങ്ങനെ ഇട്ടിട്ടില്ലല്ലോ. അതുപോലെ തന്നെ പല പള്ളികളും നമ്മൾ പോയി കണ്ടു, അവിടെ ഒന്നും ഇപ്രകാരം ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പള്ളിയിലും ഇടാത്തൊരു കാര്യം നമ്മൾക്ക് ചെയ്യേണ്ട കാര്യമില്ലെന്നുള്ള രീതിയിലാണ് പ്രതിപുരുഷാംഗങ്ങൾ അല്ലെങ്കിൽ കമ്മിറ്റി അംഗങ്ങളെല്ലാം സംസാരിച്ചത്. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവസാനമായിട്ട് ദേവസ്യ സാറ് ഇങ്ങനെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ ആരോ ചോദിച്ചു, സാറിന് ഒരു ഉത്തരവും പറയാനില്ലേ, ഒന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ ആ ഒരു
നിർദ്ദേശമാണ് അന്ന് അവരെല്ലാവരും സ്വീകരിച്ചത്. ഗമാലിയേലിൻ്റെ ഒരു നിർദ്ദേശം നടപടി പുസ്തകത്തിൽ നമ്മൾ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെ ഉള്ളൊരു നിർദ്ദേശമായിട്ട് ഇതിനെ കണ്ടിട്ട് അവരതിനെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ്: നമുക്ക് നമ്മുടെ സഭ നൽകിയിരിക്കുന്ന നിർദ്ദേശമനുസരിച്ചുള്ള പള്ളിയുടെ ഘടന അവിടെ പ്രിൻ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അച്ഛൻ അതിനെക്കുറിച്ച് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ രൂപതാധികാരികൾ അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു പള്ളിയിലും ഇല്ലെങ്കിലും ഒരു പള്ളിയിലെങ്കിലും ഇത് കാണുമല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഇടാൻ മേലേ? ഒരു പള്ളിയിലും ഇല്ല, പക്ഷേ ഈ പള്ളിയിൽ അതുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത് അല്ലേ നല്ലത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ കമ്മിറ്റി അംഗങ്ങളെല്ലാം അതിനോട് ചേരുകയും അത് അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ച് റോമിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് അച്ഛൻ്റെ ആഗ്രഹമനുസരിച്ച് അങ്ങനെ ഇടണം എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. അപ്പോൾ അങ്ങ് കയറി വന്ന മറ്റൊരു സംശയം ഇതാണ്: ഈ ബേമ നടുക്കിട്ട് കഴിഞ്ഞാൽ എപ്രകാരമായിരിക്കും കുർബാനയുടെ ആദ്യ ഭാഗം ചെല്ലുക എന്നുള്ളത് അന്ന് ആൾക്കാർ പലരും എന്നോട് ചോദിക്കുകയുണ്ടായി. അത് കോളേജിൽ സെമിനാരി പ്രൊഫസേഴ്സ് പോലും എന്നോടിങ്ങനെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ ഞാനത് അവർക്ക് കാണിച്ചു കൊടുത്തു. 1999 നമ്മുടെ സിനഡ് പകുതി, അതായത് വചന ശുശ്രൂഷ ഭാഗം ജനാഭിമുഖമായിട്ടും രണ്ടാമത്തെ ഭാഗം കൂദാശ ഭാഗം അൾത്താരാഭിമുഖമായിട്ടും ചെല്ലാനായിട്ട് നിർദ്ദേശിച്ച് അത് റോമിലേക്ക് ആ തീരുമാനം അയച്ചു കഴിഞ്ഞപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് നൽകിയിരിക്കുന്ന ഒരു രേഖയുണ്ട്. ആ രേഖയിൽ പറഞ്ഞിരിക്കുന്നത് ദേവാലയത്തിൽ ബേമ സമൂഹമധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പള്ളികളിൽ ആദ്യന്തം കാർമ്മികൻ നിൽക്കേണ്ട ദിശ അൾത്താരയിലേക്ക് തിരിഞ്ഞ് തന്നെയാണ് എന്നുള്ളതാണ്. അതാണ് 2021 പകുതി എന്നുള്ള ആ ഒരു ഫോർമുല നടപ്പിലാക്കാനായിട്ട് സിനഡ് തീരുമാനിച്ചപ്പോഴും റോമിൽ നിന്ന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം ഇപ്രകാരം ചെല്ലണമെന്ന് തന്നെയാണ്. പക്ഷേ അതിനെക്കുറിച്ച് ഇന്നത്തെ സാഹചര്യത്തിൽ സിനഡിലോ മെത്രാന്മാരോ അല്ലെങ്കിൽ അതിരൂപത അധ്യക്ഷനോ ഒന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷേ കടുവാക്കുളം പോലെയുള്ള പള്ളികളിൽ ഇന്നത്തെ സാഹചര്യത്തിലും കൃത്യമായിട്ട് ന്യായമായ അധികാരികളുടെ നിർദ്ദേശമനുസരിച്ചാണ് എല്ലാവരും പ്രവർത്തിക്കുന്നതെങ്കിൽ കടുവാക്കുളം പള്ളിയിലും ദേവാലയത്തിലെ വിശുദ്ധ കുർബാന അർപ്പണത്തിൽ ദൈവവചന ശുശ്രൂഷയും ദിവ്യകാരുണ്യ ശുശ്രൂഷയും അൾത്താരാഭിമുഖമായിട്ട് ചെയ്യാൻ തന്നെയാണ് ഇപ്പോഴത്തെ നിർദ്ദേശം. അതിലേക്ക് കടന്നു വരണമെങ്കിൽ ഈ ആരാധനക്രമവുമായി ബന്ധപ്പെട്ട ഈ അസ്വസ്ഥതകൾ ഒന്ന് മാറിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുകയാണ്. അഭിമന്യ പെരുന്തോട്ടം പിതാവ് പല പ്രാവശ്യവും ഈ ദേവാലയം വന്ന് സന്ദർശിച്ച് ഞങ്ങളോട് നിർദ്ദേശങ്ങൾ നൽകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ ആ നിർദ്ദേശങ്ങൾ അനുസരിക്കാനുള്ള ദൈവജനത്തിൻ്റെ ഒരു താല്പര്യം എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു. ദൈവജനം എത്രമാത്രം ദൈവിക കാര്യങ്ങളുമായി വിശുദ്ധ കുർബാനയും ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്ര നിലവാരമുള്ളതായിരിക്കണമെന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു. അത് അവർ പലപ്പോഴും പ്രകടിപ്പിച്ചിട്ടുണ്ട്. അത് ബാഹ്യമായിട്ട് പറഞ്ഞിട്ടുമുണ്ട്. അതിലൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ദേവാലയം വിശുദ്ധ കുർബാന ചൊല്ലിക്കൊണ്ടിരുന്ന ദേവാലയം പൊളിക്കേണ്ടതായിട്ട് വരുമ്പോൾ എവിടെയാണ് നമ്മൾ രണ്ടാമത് കുർബാനയൊക്കെ അർപ്പിക്കുക, പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ. അപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഒരു നിർദ്ദേശം ഇതായിരുന്നു: നമ്മുടെ പാരിഷ് ഹോളുണ്ട്, ആ പാരിഷ് ഹോളിൽ ഞായറാഴ്ച ദിവസങ്ങളിൽ കുർബാനയെല്ലാം, അല്ലാത്ത ദിവസങ്ങളിൽ ദിവസങ്ങളിൽ ഞങ്ങളുടെ സഭയിൽ നടത്തുന്ന നിത്യാരാധന ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ വിശുദ്ധ കുർബാന അന്നത്തെ സെമിനാരിക്കാർക്ക് വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന നിത്യാരാധന ചാപ്പലിൽ ആക്കാം എന്നുള്ളൊരു നിർദ്ദേശം ഞാൻ വെച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർ, പ്രത്യേകിച്ച് നിർമ്മാണ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർ എന്നോട് പറഞ്ഞ ഇപ്രകാരമാണ്: അച്ഛൻ, നമുക്ക് കടമുണ്ട്, പൈസയ്ക്ക് വലിവുണ്ട്, എന്നാലും നമുക്ക് തൽക്കാലത്തേക്കൊരു പണി ചെയ്യാം. നമ്മുടെ സൺഡേ സ്കൂൾ ഹോള് ദേവാലയം പോലെ ഒന്ന് ക്രമീകരിച്ചിട്ട് അവിടെ മാത്രം നമുക്ക് കുർബാന ചൊല്ലിയാൽ മതി. ഞായറാഴ്ചയിൽ പാരിഷ് ഹോളിൽ ചെല്ലുമ്പോൾ അവിടെ പലരുടെയും കല്യാണങ്ങൾ നടക്കുന്നതാണ്. ഹിന്ദുക്കളുടെ കല്യാണം നടക്കാറുണ്ട്, മുസ്ലിംസിൻ്റെ കല്യാണം നടക്കാറുണ്ട്, നമ്മുടെ ആൾക്കാരുടെ കല്യാണമൊക്കെ നടക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമുക്ക് വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് അത്ര നല്ലതല്ല. അതുകൊണ്ട് നമുക്ക്
നമ്മുടെ സൺഡേ സ്കൂള് ഹോള് അത് ദേവാലയത്തിന് ഉചിതമായ വിധത്തിൽ അവിടെ ഏറ്റവും കുറഞ്ഞത് മധുബഹയെങ്കിലും അവിടെ ആരും കയറി നടക്കാത്ത വിധത്തിലൊക്കെ ഭംഗിയായിട്ട് അത് ക്രമീകരിക്കാം എന്നുള്ള രീതിയിൽ അവർ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ദൈവജനത്തിന് ഇതെല്ലാം എത്രമാത്രം ഭംഗിയായിട്ട് നടക്കണം എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ട്. വിശുദ്ധമായവ വിശുദ്ധിയോടെ കൈകാര്യം ചെയ്യണം എന്നുള്ളൊരു ദർശനമുണ്ടല്ലോ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 6-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. അത് വിശുദ്ധമായി കൈകാര്യം ചെയ്യണമെങ്കിൽ വിശുദ്ധമായ കാര്യങ്ങളായിട്ടത് ക്രമീകരിക്കണം. അങ്ങനെയാകുമ്പോൾ ദൈവജനത്തിന് സ്വാഭാവികമായിട്ടൊരു ഭക്തിയും ബഹുമാനവും എല്ലാം തോന്നാനായിട്ട് ഇടയാകും. അങ്ങനെയാണ് അന്നത്തെ ആ ഒരു പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. പിന്നെ ജനങ്ങളുടെ സഹകരണം. ദേവാലയത്തിൻ്റെ കൂദാശ നടക്കുന്നതിന് 1-2 ആഴ്ച മുമ്പ് ഒരു മരണം ഇവിടെ നടക്കുകയുണ്ടായി. ആ മരണത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടി സംസ്കാര ശുശ്രൂഷയ്ക്ക് വന്ന വൈദികരൊക്കെ ചോദിച്ചു, അച്ഛാ ഇത് ജൂലൈ 1-ാം തീയതി തീരുമോ? അത് തീരുമെന്ന് തോന്നുന്നില്ല എന്നൊക്കെ പ്രധാന വികാരിച്ചനൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ തമാശയായിട്ടെങ്കിലും പറഞ്ഞു, തീരുന്നില്ലെങ്കിൽ തീരുന്ന സ്ഥലത്ത് വെച്ച് അന്നേ ദിവസം ഞങ്ങൾ കൂദാശ ചെയ്യുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ദിവസങ്ങൾ കടന്നുപോയി. അതേസമയം ആ കൂദാശയുടെ ദിവസം ആ അച്ഛൻ തന്നെ പ്രധാന വികാരിച്ചൻ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, അച്ഛൻ ഇവിടെ വല്ല അത്ഭുതം നടന്നു? ഞാൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഇതൊന്നും തീർന്നിട്ടില്ലായിരുന്നല്ലോ, ഇത് ആകെ തകർന്നു കിടക്കായിരുന്നല്ലോ, ഇപ്പോൾ ഒക്കെ എന്തെങ്ങനെ ശരിയായെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് കൂദാശയുടെ തലേ ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം രാത്രി വരെ ഈ ചുറ്റുപാടും റെഡിയാക്കാനും അതുപോലെ തന്നെ എല്ലാം ഭംഗിയാക്കാനായിട്ട് കൊച്ചുപിച്ച അടക്കം എല്ലാവരും ഈ ദേവാലയത്തിൻ്റെ പരിസരത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അങ്ങനെ താല്പര്യത്തോടു കൂടി വളരെയധികം സഹകരണ മനോഭാവത്തോടു കൂടി ഈ ഇടവകയിലെ കൊച്ചുങ്ങൾ ഉൾപ്പെടെ വലിയവരുൾപ്പെടെ എല്ലാവരും ഇതിനോട് സഹകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ അങ്ങനെ അത് മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. പിന്നെ ഈ ദേവാലയത്തിന് മറ്റൊരു പ്രത്യേകത വേറെ എങ്ങും കാണാത്തതാണ്. ചിലപ്പോൾ കേരളത്തിൽ 3-4 പള്ളികളിൽ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അത് ചിലപ്പോൾ MCBSൻ്റെ താമരശ്ശേരി രൂപതയിലുള്ള ഒരു സനാതന വിദ്യാപീഠം ദൈവശാസ്ത്ര പഠന കേന്ദ്രത്തിലെ ചാപ്പലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഉള്ളത് കടുവാക്കുളത്ത് ഉള്ളൊരു പള്ളിയാണ്. പിന്നെ ഉള്ളത് സ്വരാജ് എന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളി രൂപതയിലെ സ്വരാജ് പള്ളിയിലുള്ള ഒരു പ്രത്യേകതയാണ്. അത് ദേവാലയത്തിൻ്റെ ബലിപീഠത്തിൻ്റെ പ്രാധാന്യം ഉയർത്തി കാണിക്കത്തക്ക വിധത്തിൽ കങ്കയ്ക്കും മസ്തബ്സയ്ക്കും ഇടയ്ക്ക് ഒരു കെടാവിളക്ക് തൂക്കിയിടുന്ന കാര്യം പറയുന്നുണ്ട്. അത് 1959 നമ്മുടെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശമാണ്. അതായത് മധുബഹയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു തൂക്കുവിളക്ക്. അത് വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യം കാണിക്കാൻ ഉപയോഗിക്കുന്ന കെടാവിളക്കല്ല. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന സക്രാരിയിൽ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ മാത്രം കത്തിക്കേണ്ട ഒരു വിളക്കാണ് ആ കെടാവിളക്ക്. അതേസമയം ബലിപീഠത്തിൻ്റെ മുൻപിൽ കങ്കയ്ക്കും മസ്തബ്സയ്ക്കും ഇടയിൽ തൂക്കിയിടുന്ന ഈ വിളക്ക് ദേവാലയത്തിലെ ബലിപീഠം കൂദാശ ചെയ്യുന്ന സമയം തുടങ്ങി അതേതെങ്കിലും വിധത്തിൽ നശിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ തകർക്കുന്ന സമയങ്ങളിൽ മാത്രമേ ആ വിളക്ക് കെടുത്താനായിട്ട് പാടുള്ളൂ. അതായത് കൂദാശ ചെയ്യപ്പെട്ട ബലിപീഠത്തിന്മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് ദൈവജനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പൊലിയാത്ത വിളക്കാണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് 1959 നമ്മുടെ സഭയ്ക്ക് നിർദ്ദേശം കൊടുത്തിട്ട് ഇപ്പോഴും പുതിയ പള്ളികളിൽ പോലും അത് ക്രമീകരിക്കാനായിട്ട് വളരെയധികം പൗരസ്ത്യ സഭകളെക്കുറിച്ച് പഠിപ്പിക്കുന്ന ഭാഗങ്ങളിലുള്ള ദേവാലയങ്ങളിൽ പോലും അത് ക്രമീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് ആൾക്കാർ പറഞ്ഞപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദീകരണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അങ്ങനെ അന്ന് 12 വർഷം മുമ്പ് 25,000 രൂപയ്ക്ക് മറ്റോ ആണ് ആ വിളക്ക് അവിടെ തൂക്കിയിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കത്തിക്കാനും അത് ഭംഗിയായിട്ട് സൂക്ഷിക്കാനും ഒക്കെ പിന്നീട് വന്ന വികാരിയച്ചന്മാരും ഇടവചനം എല്ലാം വളരെയധികം പരിശ്രമിക്കുന്നത് കൊണ്ട് അത് വളരെ ഭംഗിയായിട്ട് ഇപ്പോഴും കിടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദേവാലയത്തിൻ്റെ മധുബഹായിലുള്ള ഐക്കണുകളെല്ലാം ഛായാചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത് ജോർജ് കുരിശൻമൂട്ടിൽ എന്ന ഒരു വൈദികനാണ്. കോട്ടയം ജ്ഞാനായ കത്തോലിക്ക സഭയിലെ അച്ഛനാണ്. അദ്ദേഹം ഇപ്പോൾ കോട്ടയം ജ്ഞാനായ മലങ്കര വിഭാഗത്തിലെ സഹായമെത്രാനാണ്. അദ്ദേഹത്തിൻ്റെ പേര് ഗീവർഗീസ് മാർ അപ്രേം എന്നാണ്.
അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് 3 വർഷം കൊണ്ടാണ് ആ പടങ്ങൾ മുഴുവനും വരച്ച് എഴുതി തീർത്തത്. അദ്ദേഹം ആ ഛായാചിത്രങ്ങളെല്ലാം എഴുതി തീർത്തത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത മറ്റ് ദേവാലയങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലും എല്ലാം കാണുന്നത് ഗ്രീക്ക് പാരമ്പര്യത്തിലുള്ള ഛായാചിത്രങ്ങളാണ്. അതേസമയം സിറിയൻ പാരമ്പര്യത്തിലുള്ള കൽദായ സുറിയാനി പാരമ്പര്യത്തിലുള്ള ഐക്കണുകളാണ് അദ്ദേഹം ഇവിടെ വരച്ചിരിക്കുന്നത്. അദ്ദേഹം ഇറാഖിൽ ചെന്ന് ഗവേഷണം നടത്തി പ്രബന്ധം അവതരിപ്പിച്ച് ആ ഒരു ഐക്കണോഗ്രഫിയിൽ ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്ന വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അത് വളരെയധികം ആകർഷകമാണ്. അങ്ങനെ ഐക്കണുകളെല്ലാം അതിനകത്ത് വരയ്ക്കുകയുണ്ടായി. അത് ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഒരു പ്രതീകാത്മകത ലഭിക്കത്തക്ക വിധത്തിൽ അവിടെ 4 ബലികൾ, പഴയ നിയമത്തിലെ 4 ബലികൾ, പിന്നെ പഴയ നിയമത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ, അതുപോലെ തന്നെ 12 അപ്പസ്തോലന്മാർ, പരിശുദ്ധ കന്യകാമറിയം, അങ്ങനെ നമ്മുടെ ഈ ഇടവകയുടെ മധ്യസ്ഥയായ വിശുദ്ധ കൊച്ചു ത്രേസ്യ, പിന്നെ ആ കാലഘട്ടത്തിൽ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട അൽഫോൻസാമ, മാർ അപ്രയും, അതോടൊപ്പം തന്നെ അദ്ദായി മാറി എന്നിവരുടെ എല്ലാം ഛായാചിത്രങ്ങൾ നമുക്ക് ദേവാലയത്തിൻ്റെ മധുബഹയിൽ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ അതിനെല്ലാം വളരെ സജീവമായിട്ട് അദ്ദേഹം സമയമെടുത്ത് വരച്ച് നല്ല കാൻവാസിൽ വരച്ച് മറൈൻ പ്ലൈവുഡിൽ ഒട്ടിച്ച് തരികയാണ് ചെയ്തത്. അതിവിടെ ഉണ്ടായിരുന്ന ആശാരിമാർ കൃത്യമായിട്ട് മധുബഹായുടെ കിഴക്കേ ഭിത്തിയിൽ അത് അങ്ങനെ ഉറപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിനെല്ലാം വളരെയധികം ആത്മാർത്ഥമായിട്ട് അദ്ദേഹം സഹകരിക്കുകയും അദ്ദേഹം അതിന് സന്തോഷത്തോടു കൂടി ആവശ്യമായ സമയങ്ങളെല്ലാം ഇവിടെ വരികയും ആവശ്യമായ നിർദ്ദേശങ്ങൾ എന്നിൽ നിന്ന് വാങ്ങിക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ആവശ്യമായിട്ടുള്ള വിധത്തിൽ അതിൻ്റെ മധുബഹ പ്രകാരമായിരിക്കണം എന്നുള്ള രീതിയിലെല്ലാം അദ്ദേഹം നിർദ്ദേശം നൽകുകയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തെയും വളരെ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. പിന്നെ ഈ ദേവാലയത്തിൽ വന്ന് ബലിയർപ്പിക്കുന്നവർക്ക് ഇന്ന് ഉള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു അസ്വസ്ഥത നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദേവാലയത്തിലെ മധ്യത്തിൽ ഈ ബേമ സ്ഥാപിച്ചിരിക്കുന്ന ഈ കടുവാക്കുളം പള്ളിയിൽ ഇന്നത്തെ സിനഡിൻ്റെ നിർദ്ദേശമനുസരിച്ച് ആദ്യ ഭാഗം ജനങ്ങളെ തിരിഞ്ഞു നിന്ന് കുർബാന ചെല്ലുമ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ മൊത്തം എവിടെ നിൽക്കണം എന്നുള്ള രീതിയിൽ ആശങ്കപ്പെടുന്നത് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പക്ഷേ അങ്ങനെയുള്ള ദേവാലയത്തിൽ ആദ്യന്തം അൾത്താരാഭിമുഖമായിട്ട് ബലിയർപ്പിക്കണമെന്നുള്ള പരിശുദ്ധ സിംഹാസനത്തിൻ്റെയും എല്ലാം നിർദ്ദേശം പാലിക്കുവാൻ തയ്യാറായാൽ യഥാർത്ഥത്തിലുള്ള കൃത്യമായിട്ടുള്ള സഭയുടെ നിർദ്ദേശമനുസരിച്ചുള്ള ഒരു വിശുദ്ധ കുർബാന അർപ്പണം ഈ ദേവാലയത്തിൽ എന്നും നടത്താനായിട്ട് സാധിക്കും. അപ്പം അതിന് തീരുമാനമെടുക്കേണ്ടത് ബിഷപ്പ് സിനഡും അതോടൊപ്പം തന്നെ സ്ഥലത്തെ മെത്രാനും ഒക്കെയാണ്. അപ്പോൾ അത് കാര്യങ്ങൾ എല്ലാം ശാന്തമാകുമ്പോൾ അതിനുള്ള നീക്കങ്ങളും നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രത്യാശയാണ് എനിക്കുള്ളത്. പക്ഷേ അത് ഞാനിവിടെ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ ആദ്യന്തം ആകുന്നതും എനിക്ക് നടത്താൻ സാധിക്കുകയില്ല എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഞാനിവിടെ കടന്നു വന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഇതിപ്പോൾ സ്ലോ ഡൗൺ ചെയ്യാനായിട്ടുള്ളൊരു പ്രവണതയൊക്കെ എനിക്കുണ്ടായിരുന്നു. പലപ്പോഴൊക്കെ സ്ലോ ഡൗൺ ചെയ്യേണ്ടതായിട്ടും വന്നിട്ടുണ്ട്. കാരണം 3 വർഷത്തേക്കാണല്ലോ ഒരു വികാരി എല്ലായിടത്തും നിയമിക്കപ്പെടുന്നത്. അപ്പോൾ അതിനു മുമ്പ് തീരുകയില്ല എന്നുള്ള ഒരു ചിന്ത എനിക്കുണ്ടായിരുന്നു. എങ്കിലും ഞാൻ തന്നെ ആയിരിക്കുമ്പോൾ ആ പണി പൂർത്തിയാക്കാനായിട്ട് കർത്താവിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ആ ദേവാലയ പണി അവിടുന്ന് ദൈവം പൂർത്തിയാക്കി അത് മനോഹരമാക്കി അതിൽ നൽകിയിരിക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും തുടർന്നു വന്ന വികാരിയച്ചന്മാരെല്ലാം വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശ്രമിക്കുന്നതുകൊണ്ട് ദേവാലയത്തിൻ്റെ സ്ട്രക്ചർ ഇതുവരെയൊന്നും ആരും മാറ്റിയിട്ടില്ല. പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ പണിതിടുമ്പോൾ പിന്നീട് വരുന്ന അച്ഛന്മാർക്ക് എന്നോട് താല്പര്യമില്ലെങ്കിൽ പൊളിച്ചു മാറ്റുവാനും ക്രമീകരിക്കാനൊക്കെ തയ്യാറാകാറുണ്ട്. അതേസമയം ഇവിടെ വന്ന വികാരിച്ചമാർക്കെല്ലാം ഇതിനോട് താല്പര്യമുണ്ടായിരിക്കുകയും അത് നിലനിർത്താനായിട്ട് വളരെ സന്തോഷത്തോടുകൂടി പരിശ്രമിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇന്നും ദേവാലയം അന്ന് പണിതുപോലെ തന്നെ ഭംഗിയായിട്ട് കിടക്കുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ജനങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള സഹകരണം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. മധുബഹ പണിയാൻ തന്നെ 30 ലക്ഷം രൂപയോളം ഒരാൾ തരികയുണ്ടായി. പിന്നെ
അതിൻ്റെ ലൈറ്റ് സ്പോൺസർ ചെയ്തത്, കുരിശ് സ്പോൺസർ ചെയ്തത്, അതുപോലെ തന്നെ അതിൻ്റെ കൊടിമരം സ്പോൺസർ ചെയ്തത് എല്ലാം ഓരോ വ്യക്തികളാണ്. ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ആരെല്ലാം എന്തുമാത്രം സാമ്പത്തികമായിട്ട് സഹകരിച്ചാലും അവരുടെ പേരൊന്നും എഴുതി വയ്ക്കാനായിട്ട് ഇവരാരും ആവശ്യപ്പെട്ടിട്ടില്ല. എന്നാലും 1-2 സ്ഥലത്ത് പേര് എഴുതി വയ്ക്കാനായിട്ട് ഞാൻ തന്നെ നിർദ്ദേശിക്കുകയുണ്ടായി. കാരണം ഇത് ചരിത്രപരമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട്. അതേസമയം സംഭാവനകൾ കൂടുതൽ തന്നവരോ കുറച്ച് തന്നവരോ ഒന്നും എൻ്റെ പേര് എഴുതി വയ്ക്കണം എന്നുള്ളൊരു നിർദ്ദേശമൊന്നും പറയുകയുണ്ടായിട്ടില്ല. അതിന് ആരും കടുംപിടുത്തവും പിടിച്ചിട്ടില്ല, നിർദ്ദേശിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോൾ അത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഈ ഇടവകയിലെ ജനങ്ങൾ ഈ ദേവാലയ നിർമ്മാണവുമായിട്ട് സഹകരിച്ചതും സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും സഹകരണപരമായിട്ടും എല്ലാം സഹകരിച്ചതെന്ന് പറയാനായിട്ടാണ് എനിക്ക് സാധിക്കുക. അപ്പോൾ ഈ ദേവാലയം ഇപ്രകാരം പണിയപ്പെടുക എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരെയും ഒരുക്കി നിർത്തിയിട്ട് കർത്താവ് ഇവിടേക്ക് എന്നെ നിയോഗിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പൗലോസ്ലീഹ ഒരു സഭയിലേക്ക് വചനം പ്രസംഗിക്കുന്നതിന് പോകുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് പറയുന്നത്, ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളെ ഒരുക്കി എന്നാണ്. അപ്പോൾ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന പഴയ വികാരിയച്ഛൻ വളരെ ഭംഗിയായിട്ട് ജനത്തെ ഒരുക്കുകയുണ്ടായി. പിന്നെ ബഹുമാനപ്പെട്ട ജോസ് കാരത്തുരുത്തച്ഛൻ ചെയ്ത വലിയൊരു നന്മ ഇതിനകത്തുണ്ട്. മധുബായിലൂടെ വഴി നടക്കാനായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഹൈക്കലായിൽ നിന്നോ അല്ലെങ്കിൽ പള്ളിയകത്തു നിന്നോ മറ്റോ സങ്കീർത്തിയിലേക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ട് മധുബഹയെല്ലാം ഒഴിവാക്കി അതിനെ വേർതിരിച്ച് മറ്റൊരു വഴി കൃത്യമായിട്ടിടുകയുണ്ടായി. അപ്പോൾ അത് ആ മധുബഹയുടെ പ്രാധാന്യം അത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹത്തിന് ബോധ്യമുണ്ടായിരുന്നത് കൊണ്ടാണ് അപ്രകാരം മധുബഹയുടെ സംവിധാനമെല്ലാം റെഡിയാക്കാനായിട്ട് അദ്ദേഹം തയ്യാറായത്. അതോടൊപ്പം തന്നെ വരുന്ന വികാരിയച്ഛനോട്, അത് അദ്ദേഹം തന്നെയാണെങ്കിലും വേറൊരു വികാരിച്ചന്മാരാണെങ്കിൽ തന്നെയും അദ്ദേഹത്തോട് ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും എന്നാൽ കാര്യങ്ങൾ സന്തോഷത്തോടെ തുറന്നു പറയുകയും അസ്വസ്ഥതകളും ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് ഈ നിർമ്മാണ കമ്മിറ്റിയിൽ അദ്ദേഹം എടുത്തു വച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം തന്നെ പൈസ വിശ്വസ്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെ അദ്ദേഹം സാമ്പത്തിക കാര്യങ്ങൾ ഏൽപ്പിച്ചിരുന്നു. അതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു മുൻകൂട്ടിയുള്ള കാര്യങ്ങളായിരുന്നു എന്ന് പറയാനായിട്ട് എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. പൈസ കൈകാര്യം ചെയ്യുന്ന വ്യക്തി വാടകയ്ക്കാണ് താമസിച്ചിരുന്നത്. എങ്കിൽ തന്നെയും അദ്ദേഹം ഒരു മുറി സ്ഥിരമായിട്ട് പൂട്ടിയിട്ടിരുന്നു. കാരണം ആ മുറിയിലാണ് അദ്ദേഹം പൈസ വെച്ചിരുന്നത്. അതോടൊപ്പം തന്നെ വൗച്ചറുകളും ബില്ലുകളും വെച്ചിരുന്നത്. ഇപ്പോൾ കൊച്ചു പിള്ളേരൊക്കെ ആയിരുന്നുകൊണ്ട് അറിയാതെ ഏതെങ്കിലും വൗച്ചറോ ബില്ലോ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും എന്ന് കരുതിയാണ് ആ പള്ളിയുടെ കണക്ക് സൂക്ഷിക്കുന്ന ഒരു മുറി, വാടക വീട്ടിൽ പോലും ഒരു മുറി അതിനുവേണ്ടി മാറ്റി വെച്ചിട്ട് അദ്ദേഹം പള്ളിയുടെ കണക്കുകളുടെ കാര്യത്തിൽ കൃത്യത പുലർത്താനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കണക്ക് അവതരിപ്പിച്ചപ്പോൾ യാതൊരു ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നും പറയേണ്ടതായിട്ട് വന്നില്ല. എനിക്ക് ശേഷമുള്ള വികാരിച്ചനാണ് കണക്കുകളെല്ലാം അവതരിപ്പിക്കാനായിട്ട് നേതൃത്വം നൽകിയത്. എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അദ്ദേഹം അത് പൂർത്തീകരിക്കുകയും അത് നിവാരണം ചെയ്ത് കൊടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏകദേശം 2.25 കോടി രൂപ അന്ന് ചിലവായിട്ടുണ്ട്. പക്ഷേ അതിൽ ഭൂരിഭാഗവും, എന്നാലും പുറത്തുനിന്ന് ചില സഹകരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, MCBSൻ്റെ സഹകരണം ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും ബാക്കി ഒരു 1.25 കോടി തുകയും ഈ ഇടവകയിൽ നിന്ന് തന്നെ കണ്ടെത്തിയ തുകയാണ്. അത് ജനങ്ങളുടെ സഹകരണം ആണ് കാണിക്കുന്നത്. അതിൻ്റെയൊക്കെ നന്മ, അതിനോട് സഹകരിച്ചു കൊണ്ടുള്ള നന്മയൊക്കെ അവരുടെ കുടുംബങ്ങൾക്കെല്ലാം തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് ബോധ്യമായിട്ടുള്ളത്. കാരണം എൻ്റെ നാമത്തിൽ ഒരു പാത്രം പച്ചവെള്ളം കുടിക്കാൻ കൊടുക്കുന്നവന് പോലും അതിനുള്ള പ്രതിഫലം നഷ്ടപ്പെടുകയില്ലാത്തവനാണ് കർത്താവ്. അപ്പോൾ ഈ ദേവാലയത്തിനുള്ള പ്രത്യേകത 3 വേണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് പറയാം. ഹൈക്കലയിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന ബേമായുടെ സ്ഥാനം, അതുപോലെ തന്നെ കങ്കയ്ക്കും മസ്തബ്സയ്ക്കും ഇടയിലുള്ള ആ തൂക്കുവിളക്ക്, പിന്നെ മസ്തബ്സ എന്ന് പറയുന്ന ഒരു ഭാഗം, പിന്നെ സ്കാഖോന എന്ന് പറയുന്ന ആ ഭാഗം, ഇതെല്ലാം നമുക്ക് എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടതെന്ന് കാണണമെങ്കിൽ കടുവാക്കളം ദേവാലയം വന്ന് ദർശിക്കുന്നവർക്ക് കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് വടവാതൂർ സെമിനാരിയിലുള്ള വൈദിക വിദ്യാർത്ഥികളെ, അതോടെ തന്നെ MOCയിലുള്ള ദൈവശാസ്ത്ര പഠിതാക്കളെയൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ആ പ്രൊഫസർമാർ കാണിക്കുന്നതും ഇപ്രകാരമായിരിക്കണം ദേവാലയമെന്ന് വിശദീകരിച്ച് കൊടുക്കുന്നതും.
അപ്പം അങ്ങനെ സഭയ്ക്ക് തന്നെ ഒരു മാതൃകയായിട്ട് ഒരു ദേവാലയം, സീറോ മലബാർ സഭയുടെ ഒരു ദേവാലയം എപ്രകാരമായിരിക്കണമെന്ന് ഉള്ളതിന് ഒരു ഉദാഹരണമായിട്ട് ഇത് നിലകൊള്ളുന്നുണ്ട്. ഇതിനെ അനുകരിക്കാനായിട്ട് പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി രൂപതയിൽ ദേവാലയം പണിയുമ്പോൾ പെരുന്തോട്ടം പിതാവ് ഈ പള്ളി ഒന്ന് പോയി കാണുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുക്കാറുണ്ട്. അപ്പോൾ അവിടെയും പ്രത്യേകമായിട്ട് കടുവാക്കുളംകാർക്ക് അഭിമാനിക്കാവുന്ന ഒന്നാണ് ഈ ഇടവക ദേവാലയം. പിന്നെ അഭിമന്യ പെരുന്തോട്ടം പിതാവിൻ്റെ ആ വലിയ സഹകരണം, അതോടൊപ്പം തന്നെ മുല്ലശ്ശേരി അച്ഛൻ്റെ നിർദ്ദേശങ്ങൾ, പിന്നെ അതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സഹകരണങ്ങൾ ഇത് നിമിഷം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. ഈ ദേവാലയത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹം കൂടി പറയുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ദിവ്യകാരുണ്യ മിഷണറി സഭയിലെ ഒരംഗമാണ്. ഇന്ന് വിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ ആ സാന്നിധ്യത്തിന് പ്രാധാന്യം കൊടുത്ത് അത് വളരെയധികം ജനങ്ങളിലേക്ക് പ്രവേശിപ്പിക്കാനായിട്ട്, സന്നിവേശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കുന്നവരാണ് ധ്യാനഗുരുക്കന്മാരും അതോടൊപ്പം തന്നെ എല്ലാ ധ്യാന സെൻറ്ററുകളുമെല്ലാം. അതേസമയം വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം, ആ അർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയാനായിട്ട്, ജനത്തെ പഠിപ്പിക്കാനായിട്ട് നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഒരു സഭാസമൂഹമാണ് ദിവ്യകാരുണ്യ മിഷണറി സഭാസമൂഹം. ആ സഭാസമൂഹത്തിൻ്റെ നിയമാവലി നോക്കുമ്പോൾ ആദ്യം ഏത് നമ്പറിലാണെങ്കിലും ആദ്യം പറയുന്നത് വിശുദ്ധ കുർബാനയുടെ അർപ്പണം, അതിൻ്റെ മഹാത്മ്യം, അതിൻ്റെ പ്രാധാന്യം, അത് ജനങ്ങളിലേക്ക് കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള MCBSലെ അംഗമായ ഞാൻ ദൈവശാസ്ത്രം പഠിക്കുന്ന കാലഘട്ടത്തിൽ 1985 ഫൈനൽ ജഡ്ജ്മെൻറ്റ് ഓൺ ദ സീറോ മലബാർ കുർബാന എന്നുള്ളൊരു ഡോക്യുമെൻ്റ് റോമിൽ നിന്ന് ലഭിക്കുകയുണ്ടായി. അത് അന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന തോമസ് മണ്ണൂരാൻ പറമ്പിലച്ചൻ ഞങ്ങൾക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തന്നതാണ്. അതിനകത്ത് ഇന്ന് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ വിവാദങ്ങളെക്കുറിച്ചുമുള്ള വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളും അതിൻ്റെ വ്യാഖ്യാനങ്ങളും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഡോക്യുമെൻ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു. അടുത്ത കൊല്ലം ഞാൻ പട്ടം കിട്ടാനായിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നവനാണ് 87. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ ഡോക്യുമെൻ്റ് എല്ലാം പഠിച്ച് പിന്നീടുള്ള പഠനത്തിൽ നിന്നും എനിക്കൊരു ചിന്ത മനസ്സിൽ വന്നു. ഇതുപോലെ ഒരു പള്ളി പണിയാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ മനസ്സിലെ ചെറിയൊരു ആഗ്രഹമായിരുന്നു. അത് പൂർത്തിയാക്കുമെന്നുള്ളൊരു യാതൊരു പ്രതീക്ഷയും എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇരുന്നൊരു കാലഘട്ടത്തിലാണ് ഈ ദേവാലയ നിർമ്മാണത്തിനായിട്ട് ഞാൻ നിയോഗിക്കപ്പെട്ടത്. അപ്പോൾ പണ്ട് വായിച്ചിരുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ അതുപോലെ പണിയണമെന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായി. ഒന്നാമതായിട്ട് വിശുദ്ധ കുർബാനയ്ക്കിടെ അർപ്പണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സഭാ സമൂഹം, അതിൻ്റെ പ്രൊവിൻഷ്യൽ മാതൃഭവനം നിലനിൽക്കുന്നൊരു സ്ഥലം, അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രവിശ്യാഭവനം നിലനിൽക്കുന്നൊരു സ്ഥലം. അപ്പോൾ അവിടെ അത് ഭംഗിയായിട്ട് പണിത് കഴിയുമ്പോൾ ഈ ദേവാലയവുമായിട്ടും ഈ സന്യാസ സമൂഹമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കുന്ന പല ആരാധനാക്രമ ശുശ്രൂഷകളും ഈ ദേവാലയത്തിൽ വെച്ച് നടക്കും. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അത് മറ്റുള്ളവർക്കൊക്കെ ഈ ദേവാലയം തന്നെ ഒരു പ്രഘോഷണ സ്ഥലമായിട്ട് തീരും. ആരാധനക്രമത്തെക്കുറിച്ച്, അതിൻ്റെ ദേവാലയ ഘടനയെക്കുറിച്ച് ക്ലാസ്സുകളിൽ എടുക്കുന്നതിനേക്കാളൊക്കെ മനോഹരമായിട്ട് കൃത്യമായിട്ട് അവിടെ ആ കർമ്മങ്ങൾ നടക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു ദൗത്യം കൂടി എനിക്ക് ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അത് ദൈവമായ കർത്താവ് പൂർത്തിയാക്കാനായിട്ട് എന്നിലൂടെ ഇടയാക്കി എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിലുള്ള ഒരു തൃപ്തി. ദാനിയേൽ പ്രവാചകൻ പറയുന്നത് പോലെ എൻ്റെ ഭക്തൻ്റെ വികാരങ്ങൾ പോലും കർത്താവ് അറിയുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. ദാനിയേൽ പറയുന്നുണ്ട്, സിംഹക്കൂട്ടിൽ കിടക്കുമ്പോൾ കർത്താവേ നീ എന്നെ ഓർമ്മിച്ചിരിക്കുന്നു, എൻ്റെ വയറിൻ്റെ വിശപ്പ് പോലും നീ കണ്ടിരിക്കുന്നെന്ന് ദാനിയേൽ പ്രവാചകൻ സിംഹക്കൂട്ടിൽ കിടക്കുമ്പോൾ അവന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോൾ പറയുന്നുണ്ട്. അപ്പോൾ അത്ര ഭക്തനായതുകൊണ്ടല്ല, പക്ഷേ ഇങ്ങനെ ഒരു ആഗ്രഹം എൻ്റെ മനസ്സിൽ കിടന്നത് പൂർത്തിയാക്കാനായിട്ട് ദൈവം വഴികളൊരുക്കി എന്നുള്ളത് എനിക്കും സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. ഇന്നും ദിവ്യകാരുണ്യ മിഷണറി സഭയുടെ മാതൃഭവനവുമായിട്ട് ബന്ധപ്പെട്ട ദേവാലയം സഭയുടെ നിർദ്ദേശമനുസരിച്ചുള്ളൊരു ദേവാലയമാണെന്നുള്ളൊരു അഭിമാനം ദിവ്യകാരുണ്യ മിഷണറി സഭയിലെ അംഗങ്ങൾക്കുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്.